നമസ്കാരം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, സൈക്കോളജിസ്റ്റ്, സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി കൗൺസിലർ. മൈൻഡ് വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മിക്ക ദിവസങ്ങളിലും ആരെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിന് വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ദിവസം മുഴുവൻ വേസ്റ്റ് ആവും. കാരണം പെർഫോമൻസ് വളരെ മോശമാകും, നമുക്കൊന്നും ശരിയായിട്ട് ചെയ്യാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ മനസ്സ് അമിത ചിന്തകൾ കൊണ്ട് നിറയും, ചിലപ്പോൾ ജീവിക്കേണ്ടതെന്ന് തന്നെ തോന്നും. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് മോശമാക്കുന്ന ഒരു അവസ്ഥയാണിത്. ആ ദിവസം നമ്മൾ ചിന്തിച്ച് നമ്മുടെ എനർജി മൊത്തം പോയി നമ്മൾ അങ്ങ് ടയേർഡ് ആവുകയും ചെയ്യും. അതുപോലെ രാത്രി നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷന് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണം, അതിനുള്ള ഒരു 5 സൈക്കോളജിക്കൽ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ മറ്റുള്ളവരുടെ വാക്കെന്ന് പറയുമ്പോൾ ആരാണ് ഈ മറ്റുള്ളവർ? കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരൻ, സഹോദരി, ഇവരുടെ വാക്കുകളാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കാരണം നമ്മൾ അതിനത്രയും വാല്യൂ കൊടുക്കുന്നു. ഇവരെല്ലാം നമ്മളോട് സ്നേഹവും അങ്ങേയറ്റ സ്നേഹമുള്ളവരാണ്. പക്ഷേ ചില സമയത്ത് അവർ പറയുന്ന വാക്കുകൾ നമ്മളെ വല്ലാതെ ഹർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളാണ്. നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതിൽ ചില ആൾക്കാർ നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കും, ചിലർ അസൂയുള്ളവരായിരിക്കും, ചിലർ വെറുപ്പുള്ളവരായിരിക്കും. പക്ഷേ ഇവരെല്ലാവരും തന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. അപ്പോൾ എങ്ങനെയുള്ള വാക്കുകളാണ് നമ്മളെ കളിയാക്കുന്ന വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, നമ്മുടെ മനസ്സാക്ഷി ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന, നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, സ്നേഹമില്ല എന്ന് നമ്മളെ ശരിക്കും മനസ്സിലാക്കാതെ പറയുന്ന വാക്കുകൾ, അതുപോലെ നമുക്ക് വേണ്ടത്ര റെസ്പെക്റ്റും അംഗീകാരവും തരാതെ നമ്മളെ താഴ്ത്തിക്കെട്ടിയുള്ള വാക്കുകൾ, ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ ഇതെങ്ങനെ മറികടക്കാം? ഇതിനായിട്ട് ഒരു 5 ടിപ്സാണ് പറയാൻ പോകുന്നത്. ഇതിലൊന്നാമത്തേത് ആർട്ട് ഓഫ് ഇഗ്നോറിങ്. ഇഗ്നോറിങ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, അവഗണനയുടെ കല. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളെ വളരെ പുച്ഛത്തോടെ യാതൊരു വിലയും കൊടുക്കാതെ അവഗണിക്കുന്നു. അത് നമുക്ക് ഒട്ടും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനൊരു നമ്മളെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ കളിയാക്കിയോ അല്ലെങ്കിൽ കൊച്ചാക്കിയോ റെസ്പെക്റ്റ് ഇല്ലാതെയോ സംസാരിക്കുമ്പം നമ്മൾ അതിനൊരു വിലയും കൊടുക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുന്നു, ഞാനിത് പുച്ഛത്തോടെ അവഗണിക്കുന്നു, ഇത് എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, അവർക്ക് എന്നെ ശരിക്കും അറിഞ്ഞുകൂടാ, അതാണ് അവരിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആർട്ട് ഓഫ് ഇഗ്നോറിങ്. രണ്ടാമത്തേത് ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസിൻ്റെ കല. എല്ലാം ഏത് സിറ്റുവേഷനെ അതേപോലെ സ്വീകരിക്കുന്ന ഒരു കലയാണ് ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു. ഈ 2 കാര്യങ്ങൾ, ആർട്ട് ഓഫ് അക്സെപ്റ്റൻസും ആർട്ട് ഓഫ് ഇഗ്നോറിങ്ങും. അപ്പോൾ ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് റെസ്പെക്റ്റും അംഗീകാരവും കിട്ടണമെന്നില്ല, എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറണമെന്നില്ല. ആളുകൾ പല രീതിയിലുള്ളവരാണ്, പല ടൈപ്പാണ്, നമുക്കത് പ്രശ്നമേ അല്ല. മറ്റുള്ളവരുടെ പെരുമാറ്റമൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഏത് സിറ്റുവേഷനിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇതവരുടെ സ്ഥിരമായ ഒരു അഭിപ്രായം അല്ല, നമ്മൾ മനസ്സിൽ പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ഈ അഭിപ്രായം മാറും. അവർ നമ്മളെ മുമ്പിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത് തൽക്കാലത്തേക്ക് അവർ വികാരം കൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അറിവില്ലാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്നു. അവരോട് യാതൊരു വിരോധവും കാണിക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, നമ്മളൊരല്പം മൗനം മാത്രം, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ മൂന്നാമത്തേത് നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റി. അതായത് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു, നമ്മളെക്കുറിച്ച് നല്ലോണം അറിയും, നമുക്ക് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സെൽഫ് അവെയർനെസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രധാന ഭാഗമാണ്. നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്നെ നല്ലപോലെ അറിയാം, എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം മനസ്സിൽ പറയുകയും ഇതിനെല്ലാം യാതൊരു വിലയും കൊടുക്കാതെ നമ്മൾ മനസ്സൊട്ടും ഡിസ്റ്റർബ് ആവാതെ നമ്മൾ നമ്മുടെ വർക്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നല്ല പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണിത്. മറ്റുള്ളവരെ വാക്കുകൾക്ക് വലിയ വാല്യൂ കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ പറയുന്നു. നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് നല്ലതുപോലെ അറിയാം, നമ്മുടെ വീക്ക്നെസ്സും നമുക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ ഒരു അവെയർനെസ് ആണ് വേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിങ്ങനെ ഒരു മാനസികമായ ഒരു ചെറിയ വിഷമം ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീണ്ടുപോകാൻ പാടില്ല. അതാണ് നമ്മുടെ മനസ്സിനെ, നമ്മുടെ എനർജിയെ കുറയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ തന്നെ നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, നമുക്ക് വളരെയധികം സ്നേഹവും അംഗീകാരവും തരുന്ന, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നമുക്ക് വാല്യൂ തരുന്ന ഒരാളുമായിട്ട് ഉടനെ തന്നെ ഫോണിലോ നേരിട്ടോ സംസാരിക്കുന്നു. കാണാൻ പറ്റുമെങ്കിൽ അവരെ കാണുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് ഫോണിൽ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു ഇതിനെ അങ്ങ് മറികടക്കാൻ പറ്റും. നമ്മുടെ ഈ മൂടങ്ങ് മാറും, മനസ്സിൻ്റെ ഈ അവസ്ഥയങ്ങ് മാറിയിട്ട് കുറച്ചുകൂടെ അഭിമാനത്തോടുള്ള, കുറച്ചുകൂടെ സന്തോഷവും സംതൃപ്തിയും കിട്ടുന്ന ഒരു മൊമെന്റിലേക്ക് നമ്മുടെ മനസ്സ് വരുന്നു. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനി നേരിട്ട് ആളിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് നേരത്തെ അഭിമാനം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു.
നമുക്ക് പണ്ട് അവാർഡ് വാങ്ങിച്ചത്, അംഗീകാരം തന്നത്, നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടിയത്, ചിലപ്പോൾ ഒരു അമ്മൂമ്മയായിരിക്കാം, അപ്പൂപ്പനായിരിക്കാം, അല്ലെ അച്ഛനായിരിക്കാം. ആ സിറ്റുവേഷൻസ്, നല്ല സ്നേഹം കിട്ടിയ സിറ്റുവേഷൻ, അല്ലെ അഭിമാനം തോന്നിയ സിറ്റുവേഷൻ, അംഗീകാരവും റെസ്പെക്റ്റും കിട്ടിയ സിറ്റുവേഷൻ, നമ്മുടെ വില ഉയർന്നു നിന്ന് അഭിമാനം അങ്ങേയറ്റം പീക്കിൽ നിന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ വേദനയുടെ മൂടങ്ങ് മാറും. അപ്പൊ ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് തുറന്നു പോകാതെ പെട്ടെന്ന് തന്നെ ആ മൂടിൽ നമുക്ക് രക്ഷപ്പെട്ട് നമ്മുടെ ആ കറക്റ്റായിട്ടുള്ള ആൽഫ ലെവൽ, അതായത് ശാന്തമായ മാനസികാവസ്ഥ നമുക്ക് കീപ്പ് ചെയ്യാനും, നമ്മുടെ എനർജി അതുപോലെ ഒരു നല്ല ഹൈ ലെവലിൽ കീപ്പ് ചെയ്യാനും, നമ്മുടെ ആ ഡേ ഒട്ടും നഷ്ടമാകാതെ നമുക്ക് ആ ഡേ നല്ലതുപോലെ ആസ്വദിക്കാനും കഴിയും. അപ്പോൾ ഇത്തരം പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്